ஆட்டி ரெண்டு சூண்டா போட்டு அதுக்கு ரெண்டு மீன் கடத்து அடவயத்து கஞ்சிக்குள்ள கடவுளை നീട്ടാ ഇരിക്കുന്നു. നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് കട്ട് ചെയ്ത് ഇലയിൽ വെക്കാം അല്ലേ? ആ ஆட்டி ரெண்டு சூண்டா போட்டு அதுக்கு ரெண்டு மீன் கடத்து அடவயத்து കஞ்சிക്കുള്ള கடவுளை. അണ്ണ എത്ര വയസ്സിലാണ് കല്യാണമൊക്കെ കഴിച്ചത്? ഞാൻ 19 വയസ്സിൽ കല്യാണമായി. അവർ പെണ്ണ് തന്ന അണ്ണന് അന്ന് ഞാൻ സ്റ്റുഡൻസ് വണ്ടിയല്ലേ. അപ്പോൾ ഇനി നമുക്ക് മട്ടൻ കറി വെക്കാനുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമുക്കിതിനെ ഒന്ന് കഴുകിയെടുക്കാം. എല്ലാം കണക്കിനു തുല്യമായ എനിക്കിത് ജോലി ഉള്ളിയോലിപ്പാണ്. പഞ്ചവർണ്ണ കിളിവാലൻ തളിർവെത്തിലെന്നിട്ടോ തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. 100 ഗ്രാം ഇഞ്ചിയാണ് നമ്മൾ 1.5 കിലോ മട്ടന് നമ്മൾ ഇടിച്ച് ചേർക്കുന്നത്. പണ്ടൊക്കെ ആൾക്കാർ നമ്മളുടെയൊക്കെ ഈ ഇഞ്ചിയും ഇതിൻ്റെ ഒന്നും പറയുന്നത് നടക്കുമല്ലോ. പണ്ടൊക്കെ വെളുത്തുള്ളി ഇഞ്ഞെടുക്കണം. 100 ഗ്രാം വെളുത്തുള്ളി. ഈ ചുമന്നുള്ളി സാധാരണ നമുക്ക് ചതച്ചിടുന്നതാണ് നല്ലത്. ചതച്ചിട്ട് കഴിഞ്ഞാലെന്ന് വെച്ചാൽ ഇറച്ചിയിൽ കൂടുതൽ പിടിക്കും. ചതച്ചാലേ അത് ഇത് കിട്ടും. പെട്ടെന്നുള്ള ഇത് മട്ടനിൽ ലയിച്ച് മിസ്സാവും. അണ്ണാ എന്താണ നമുക്കിനി വേവിക്കാൻ വയ്ക്കാം. പതിയെ കത്തിക്കണം. നമ്മൾ നേരെ ചതച്ച് വെച്ച ഇഞ്ചിയാണ് അതിൽ മിക്സ് ചെയ്യണം. വെളുത്തുള്ളി നമ്മൾ മിക്സ് ചെയ്യണം. ഇതിൻ്റെ പേരെന്താണ്? ഉള്ളി, ചുവന്ന ഉള്ളി. അപ്പോൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. ഓക്കെ, ഉപ്പ് പിന്നീട് ഇടാം. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. നമുക്ക് ഇത്രയും കറിവേപ്പില നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാം. കാരണം വെന്ത് വരുമ്പോഴേ കറിവേപ്പിലയുടെ ടേസ്റ്റിന് വലിയതാണ്. നമുക്ക് അടപ്പിട്ട് മൂടി വയ്ക്കാം. അണ്ണാ എന്ത് ചെയ്യാം? കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം വെന്ത് കേട്ടോ. നോക്ക് എന്താ? ഓക്കെ, ഗ്രാമ്പു, പട്ട, ഏലക്ക ഇത് മിശ്രിതമാണ് ഈ ഇരിക്കുന്ന സാധനം. ഇതിപ്പോൾ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യണേ, ഇരുമ്പി ചട്ടിഞ്ഞെടുക്കും. ചീനിച്ചട്ടി ശകല എണ്ണ ഒഴിക്കണം. ഓക്കെ, ഇത് അങ്ങ് വെച്ചേരാം. എണ്ണ ചൂടായി. അപ്പോൾ ഇനി നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട്, ഫുള്ളായിട്ടുള്ള 1 സ്പൂണ് മുളക് പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ഇട്ടു, ഇറച്ചി വയ്ക്കാനുള്ള മസാലപ്പൊടി 1 സ്പൂൺ ഇട്ട്, അതിൽ കൂടെ നമ്മൾ ഈ പൊടിച്ച് വെച്ച ഈ സാധനം കൂടെ ഇട്ട്, പൊടിച്ച് വെച്ച മസാലയാണേ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം നമുക്ക്. അപ്പോൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടനാണ്. അതിൽ നമുക്ക് അതെ. അപ്പോൾ ഇത് നമ്മൾ വറുത്ത് വെച്ച മസാലയൊക്കെ അതിലേക്ക് ചേർക്കാം. ഇതെല്ലാം വെന്ത് റെഡിയായി ചാറാകുമ്പോൾ അതിൻ്റെ മുകളിൽ മേപ്പൊടി വരും. അണ്ണാ കണ്ടില്ലേ നമ്മൾ ചേർത്തൊക്കെ കണ്ടല്ലോ. ഓക്കെ, മൊത്തത്തില്ലേ നമ്മൾ ഇത് കഴിഞ്ഞു. ഓക്കെ, കാറ്റ് ഭയങ്കരമായിട്ടുള്ള കാറ്റ് വീശുന്നുണ്ട്. നമുക്ക് മട്ടൻ കറി ഏകദേശം ആയിക്കഴിഞ്ഞു. യഥാർത്ഥ നാടൻ മട്ടൻ കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കണം. തക്കാളിയോ അല്ലെങ്കിൽ ഈ പച്ചമുളകുകളോ അങ്ങനെ ഒന്നും നമ്മളിത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇത്രയും കറിവേപ്പില ഇവിടെ ഇടണം. അപ്പോൾ ഇനി നമ്മളെല്ലാം മിക്സ് ചെയ്ത് വച്ചു കഴിഞ്ഞു. ഏകദേശം 10 മിനിറ്റിന് മുമ്പ് ഈ മസാല എല്ലാം പിടിക്കും. ഓക്കെ, നോക്കട്ടെ. നല്ല മണമായണ, നല്ല മണമുണ്ട്. താളിക്കാം. ഓക്കെ, കുറച്ച് എണ്ണ, ശകല എണ്ണ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായി. ഇനി നമുക്ക് ശകലം ഇതാ ഇത്ര വീതം കടുക് നമ്മളിടുന്നു. കറിവേപ്പല മുറിക്കിനൊന്നില്ല, അങ്ങ് മുഴുവൻ മതി. കടുകെല്ലാം ആയിക്കഴിഞ്ഞ് നമുക്ക് ചുമന്നു ഇത് നാടൻ രീതിയിൽ, അതായത് നമ്മളെ വീട്ടിലെ അമ്മമാരൊക്കെ പണ്ട് നമ്മൾ മട്ടൻ കറി വയ്ക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ അണ്ണനൊന്ന് കൊടുത്തു നോക്കാം. ഈ ഇലയിൽ തന്നെ അണ്ണന് ശകലം തരാം. കുറച്ചേ കൊടുക്കാവുള്ളൂ. ഓക്കെ,
ഇങ്ങനെയുണ്ടെന്ന് പറയാം. പഴയ കാലത്ത് അണ്ണൻ പണ്ടത്തൊക്കെ കഴിച്ചിട്ടുള്ളതല്ലേ? നീറ്റായിരിക്കുന്നു. അടിപൊളി. മാടിപ്പൊളി. കൊള്ളാം. കൊള്ളാം. മലയാള ഭാഷയിൽ കൊള്ളാം. അടിപൊളി.